അരമണിക്കൂർ പെപ്സി തിളപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണമാണ് നടത്തുന്നത്. അരമണിക്കൂർ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഡാറ് പോലെ ആകുമെന്ന് പറയപ്പെടുന്നു. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പാത്രം എടുത്തു. പെപ്സി ഇതാ 500 ആണ്, 600 മില്ലിയാണ് ഈ പെപ്സി. ഇത് ഇനി തിളപ്പിക്കാൻ പോവാണ്. അപ്പൊ 500 മില്ലി പെപ്സി ഇതാ ഈ പാത്രത്തിൽ ഒഴിക്കുകയാണ്. ഒഴിച്ചു, ഓണാക്കാം. ഒരു മിനിറ്റ് ആയപ്പോ ഇതാ ചൂട് തുടങ്ങുന്നേ ഉള്ളൂ. 900 ഡിഗ്രിയിലാണ് ഇത് ചൂടാക്കുന്നത്. 900 വാട്ട്സിലിട്ടാണ് ഇത് ചൂടാക്കുന്നത്. 2 മിനിറ്റ് ജസ്റ്റ് ചൂടായി. തിളക്കാറായിട്ടില്ല. തിളക്കാനൊക്കെ ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. ഏകദേശം അരമണിക്കൂർ തിളപ്പിക്കുമ്പോഴാണ് അത്ര ഇതൊക്കെ വറ്റിയൊരു വല്ലാത്ത ദ്രവമായി മാറുന്നത്. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. 25 മിനിറ്റായി ഏറെക്കുറെ വറ്റി. ഇനി ഒരു ഏറിപ്പോയിൽ 600 മില്ലിക്ക് പകരം ഒരു 100 മില്ലിയും കൂടെ ഇതിന്റെ അകത്തുണ്ടാകും. ആ 100 മില്ലി ഈ കോലത്തിലായി നല്ല കട്ടിയുള്ള എന്തോ ഒരു പേസ്റ്റ് വെള്ളം ആയി മാറുന്നുണ്ട്. നോക്കാം നമുക്ക്. അരമണിക്കൂറായി. ഏകദേശം ഒരു 50 മില്ലിയും കൂടിയൊക്കെ കാണും ഇനി ബാക്കി. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ദ്രാവകമായി മാറിയത്. ഒരു കട്ടിയുള്ള ദ്രാവകമായി മാറിയിട്ടുണ്ട്. നോക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നോക്കുക. അവസാനം അത് എന്തായി മാറും എന്നറിയാം. ഇപ്പൊ ഇതാ ഒരു 35 മിനിറ്റായി. ഇതിന്റെ സ്വഭാവം മാറി. ഏകദേശം നൊരയും പതയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു സംഭവമായി മാറി. ഇതാ ഒരു ഗ്രേവിയായി മാറിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതാ 600 മില്ലി പെപ്സി ഇങ്ങ് തിളച്ച് 35 മിനിറ്റ് തിളപ്പിച്ചപ്പം അതിന്റെ ഏറെക്കുറെ വെള്ളം അങ്ങ് വറ്റിപ്പോയ സമയത്ത് ഇതാ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു സാധനം വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇതാണ് പെപ്സി എന്ന് പറയുന്ന സാധനം. പെപ്സിയും കോലയും ഒക്കെ ഇങ്ങനെ തിളപ്പിച്ചാൽ ഇങ്ങനെ കാണും. ഇതാണ് ഇപ്പൊ നമ്മളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് രസായനമായി മാറും നോക്കാം നമുക്ക്. അവസാനം ഈ പാത്രം കേടാവുമോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. ഒരു അടിപൊളി രസായനമായി മാറിയിട്ടുണ്ട്. ഇതെന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഈ രസായനത്തിന്റെ അവസാനം പറയാം. ഇതാണ് പെപ്സി രസായനം. ഇതാ ഏകദേശം ഡാറ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതാ ഒരു കറുത്ത ഡാറ് പെപ്സിയാണത് കേട്ടോ. 600 മില്ലി പെപ്സി തിളപ്പിച്ചപ്പോൾ ഒരു കറുത്ത ഡാറ്. ഇനി ഞാൻ അടുപ്പ് ഓഫാക്കുകയാണ്. അതിൽ വീണുപോയി. ഇത് എന്തോ ഒരു ഡാറായി മാറിയിട്ടുണ്ട്. ഈ പാത്രമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കൈക്കലക്കുട്ടാനെടുത്ത് വെള്ളത്തിലേക്ക് ഇടണം. ശരിക്കും അല്ലാതെ കുറച്ച് പിടിച്ചോട്ടോ. സൂപ്പർ ഗ്ലൂ മാതിരി. വെള്ളം ഒഴിച്ചോളാം. ഒരു പാത്രമൊക്കെ പോയി. ഇത് കറക്റ്റ് സൂപ്പർ ഗ്ലൂ ആയി മാറിയിട്ടുണ്ട്. കറക്റ്റ് ഡാറന്നെ റോഡ് ഉണ്ടാക്കുന്ന സൂപ്പർ ഗ്ലൂ അല്ല, ഡാറ്. വെള്ളം ഒഴിക്കും. എന്റെ പാത്രം ഒരു കയ്യില് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അടിപൊളി. ഇത് പശയാക്കാൻ പറ്റുമെന്ന് മനസ്സിലായിപ്പോ. സൂപ്പർ പശയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പശ ഉണ്ടാക്കണമെങ്കിൽ, പ്ലൈവുഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കണമെങ്കിൽ
ഇതുപോലെ പെപ്സി ഉരുക്കിയാൽ മതി, പെപ്സി തിളപ്പിച്ചാൽ മതി എന്ന് മനസ്സിലായി. അപ്പൊ അവസാനം ഈ പരീക്ഷണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അടിപൊളി പശയാണ്. എന്റെ പാത്രം എന്തായാലും ഇതായിപ്പോയി. അപ്പൊ അടിപൊളി പശ ഉണ്ടാക്കാൻ പറ്റും ഈ പെപ്സി തിളപ്പിച്ചാൽ. ഇതുണ്ടോ, ഇതാ അടിപൊളി പശയായിട്ടുണ്ടത്. അഥവാ പാത്രങ്ങൾ പൊട്ടിയാൽ ഒട്ടിക്കുക, ബക്കറ്റ്, പ്ലാസ്റ്റിക് എന്നിവ ഒട്ടിക്കുക. പിന്നെ പല പല ആവശ്യങ്ങൾക്കും പ്ലൈവുഡുകൾ, പ്ലാസ്റ്റിക്, ഗ്ലാസ് എന്നിവ ഒട്ടിക്കുന്ന നല്ലൊരു പശയായി മാറി. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പരീക്ഷണം ഇവിടെ. ഇതാരും അനുകരിക്കരുത്. കാരണം നല്ലൊരു സ്റ്റീലിന്റെ പ്ലേറ്റ് 2 കൈയിലും എനിക്ക് നഷ്ടപ്പെട്ടു. അരമണിക്കൂർ 35 മിനിറ്റ് ഗ്യാസ് നഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നത് പെപ്സിയിൽ എന്തെല്ലാം മാലിന്യങ്ങളുണ്ട്. ഇതാണ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത്. ടാറ് പോലെ ഒരു സാധനമായി മാറി. അവസാനം ഒരു 100 മില്ലി ടാർ ഉണ്ടാക്കാൻ 600 മില്ലി പെപ്സി മതി എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ ടാറ് കൊണ്ട് ഒരുപാട് സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഒട്ടിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതും ഇതിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇനി പശ വേണമെങ്കിൽ ഒരു 600 മില്ലിയോ 1 ലിറ്ററോ കൊക്കക്കോലയോ പെപ്സിയോ തിളപ്പിക്കുക. കിട്ടിയ ആ ഒരു ലായനി, ഒരു ടാർ പോലുള്ള സാധനം ഇതുപോലെ മരങ്ങൾ ഒട്ടിക്കാനും ഗ്ലാസ് ഒട്ടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതായാലും ഇതാരും അനുകരിക്കരുത്. കാരണം എന്റെ പാത്രം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇരുമ്പുകായ നല്ല ഏതെങ്കിലും വേസ്റ്റ് പാത്രത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്താവൂ. രണ്ടാമത് പെപ്സി തിളപ്പിച്ചപ്പോ നമുക്ക് ടാറ് പോലത്തെ ഒരു രസായനം കിട്ടി. നമുക്കിനി 7up ഒന്ന് തിളപ്പിച്ച് നോക്കുകയാണ്. 7up തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 600 മില്ലി 7up തന്നെയാണ്. ഒരു 30-35 മിനിറ്റിൽ ഇത് ഒരു സ്റ്റൗവിൽ വെച്ച് 1800 വാട്ട്സിൽ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് തിളപ്പിക്കാൻ പോവാണ്. 35 മിനിറ്റ് എങ്കിലും ഇങ്ങനെ കാത്തിരിക്കണം. 35 മിനിറ്റ് കഴിഞ്ഞാൽ ഈ 7up ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ഏകദേശം 1800 ഡിഗ്രി വാട്ട്സിലിട്ടിട്ടുണ്ട്. 600 മില്ലിയാണ് 7up. നോക്കാം. ഇങ്ങനെ വരും. 25 മിനിറ്റായി. ഒരല്പം കൂടിയേ ഉള്ളൂ ഇനി വറ്റാൻ. 600 മില്ലി 7up തിളപ്പിച്ച് 25 മിനിറ്റ് വരെ തിളപ്പിച്ചപ്പം ഏറെക്കുറെ 100 മില്ലി ബാക്കിയായി. ഇനി അതെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഏകദേശം 30 മിനിറ്റിന്റെ അടുത്തെത്തിയപ്പം ഒരു ലാസ്റ്റ് നല്ല കട്ടിയുള്ള ഒരു ലായനിയായി. ഇനി ഇതെന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമുക്ക് കളറൊക്കെ മാറി. വെളുത്ത കളറായിരുന്നു 7up. അതിന് പകരം വേറെ എന്തോ ഒരു കട്ടിയുള്ള ഒരു ലായനിയായിട്ട് മാറിയിട്ടുണ്ട്. നോക്കാം. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഇതാ ഇപ്പോ 7upന്റെ നിറമൊക്കെ മാറി വേറെ നിറമായി മാറിയിട്ടുണ്ട്. ഇത് ചുവപ്പ് നിറമായി. എനിക്ക് തോന്നുന്നത് പഞ്ചസാരയുടെ നിറമാണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും 7up പെപ്സിന്റെ നിറമായി മാറി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഇതാ ഇത് 7up ഒക്കെ പെപ്സിയുടെ നിറമായി. ഇനിയും ഇത് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ഏതായാലും ഇതാ പുകയൊക്കെ വന്ന് ഏകദേശം നമുക്ക് കുറയ്ക്കാം. കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കാം. അത് കുറച്ചിട്ടുണ്ട്. ഒന്നും കാണുന്നില്ല. കറുത്ത പുകയാണ് വരുന്നത്. 7up നേരെ ചുമപ്പായല്ലോ. അപ്പൊ പെപ്സി കളറും 7up കളറും ഇപ്പൊ ലാസ്റ്റ് ഒന്നായോ? എന്താ സംഭവിച്ചത് അറിയില്ല. എല്ലാം ഓഫാക്കി ഈ ഒരു ലായനിയായി മാറി. ഇതെന്ത് ലായനിയാണ് നോക്കട്ടെ. ഇതൊരു കറുത്ത ലായനിയാണിത്. ഇതാണ് വന്നത് ലാസ്റ്റ്. എന്താ അവസാനം ഇങ്ങനെ ഒരു സാധനം കിട്ടി. എല്ലാ ഇതുണ്ടോ, ഇത്
സെവനപ്പ് തിളപ്പിച്ചാലും പെപ്സി തിളപ്പിച്ചാലും ഒരേപോലെയാണെന്ന് മനസ്സിലായി. ഇതാ ഇപ്പോ ഇത് സത്യത്തില് സെവനപ്പ് തിളപ്പിച്ചതാണ്. സെവനപ്പ് തിളപ്പിച്ചതാണ് ഈ കാണുന്നത്. ഇതാണ് സെവനപ്പ്. 600 മില്ലി സെവനപ്പാണ് ഈ തിളപ്പിച്ചുള്ളത്. തിളപ്പിച്ച് ഒരു അരമണിക്കൂർ 35 മിനിറ്റ് ആക്കിയപ്പോഴാണ് ഇതെന്റെ ഉള്ളത്. കണ്ടോ, ഈ കോലത്തിൽ ആയി. ഇത് സത്യത്തിൽ ഇതെന്താണ്? ഒരു നൂല് പോലത്തെ ഒരു സാധനം അല്ലെ, ഡാറനെ കറക്റ്റ്. ഇതെന്താണ് അറിയില്ല. അപ്പൊ സെവനപ്പാണെങ്കിലും പെപ്സി ആണെങ്കിലും അവസാനം ഈ നിറം വരുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഇതിൽ പഞ്ചസാരയുടെ അളവ് ഇത്രയൊന്നും പഞ്ചസാര എന്തായാലും 600 മില്ലിയിൽ ഇത്ര ഗ്രാം പഞ്ചസാര ഉണ്ടാവും. ഇതിപ്പോ ഏകദേശം എന്റെ പാത്രമൊക്കെ നേരത്തെ പോലെ തന്നെ പെപ്സി പോലെ തന്നെ പിന്നെ ഒട്ടിപ്പിടിച്ച നല്ലൊരു ഗമ്മ് കേട്ടോ. മരങ്ങളും അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ പെപ്സിന്റെ അതേപോലെ തന്നെ പിന്നെ ഒട്ടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഗമ്മനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ കളർ എങ്ങനെ വന്നു അറിയില്ല. ഏതായാലും പെപ്സി ആണെങ്കിലും സെവനപ്പാണെങ്കിലും ഒരേ റിസൾട്ടാണ് എന്ന് മനസ്സിലായി. സെവനപ്പിന് കളറില്ല, പെപ്സിയിൽ കളറുണ്ട്. അത്ര ഉള്ള വ്യത്യാസം. ഉപ്പ നല്ല നല്ല പശ കേട്ടോ. ഇതാണ് ഈ പശ. അടിപൊളി പശ ഇങ്ങനെ വരുന്നുണ്ട്. ഈ പല പല സാധനങ്ങളും ഇതുകൊണ്ടുണ്ടാക്കാം. ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചാല് നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇവിടെ നൂലുകളായി. നൂല് 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 ഏതായാലും നമുക്കിതിങ്ങനെ എടുത്തിങ്ങോട്ട് കൊണ്ടുപോകാം. ഒന്ന് കൃത്യമായി ഒന്ന് കാണണം. ഇതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് കാണണം. അപ്പോ 600 മില്ലി സെവനപ്പ് എടുത്ത് തിളപ്പിച്ച് വെള്ള കളറിൽ ഈ സാധനം, വെളുത്ത കളറാണല്ലോ സെവനപ്പ്, തിളപ്പിച്ച് 35 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞപ്പോ ഒരു കറുത്ത ലായനി കിട്ടി. ശരിക്കും ഒട്ടിക്കുന്ന ഒരു നല്ല പശ പോലത്തെ ഒരു ലായനി കിട്ടി. ആ ലായനിലേക്ക് വീണ്ടും ഒരു 600-700 ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. വേറെ ഒരു വെള്ളം, പച്ചവെള്ളം അതിന്റെ അകത്ത് ഒഴിച്ചു. ഒഴിച്ചപ്പോ അത് പെപ്സിയായി മാറി. അത് അങ്ങനെ ഒഴിച്ച പച്ചവെള്ളം ഒഴിച്ച പെപ്സിയാണ്. അഥവാ സെവനപ്പ് തിളപ്പിച്ച സാധനമാണിത്. ഇത് പെപ്സി അല്ല, കറക്റ്റ് സെവനപ്പ് തിളപ്പിച്ചു വറ്റിയപ്പം അതിനകത്ത് 1 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം അത് കറക്റ്റ് പെപ്സിയായി മാറി. ഇനി ചിലപ്പോ ഇത് വേറെ കൊക്കക്കോല ആക്കാം, പെപ്സി ആക്കാം, അങ്ങനെ ഏത് ഡ്രിങ്ക്സ് വേണമെങ്കിലും ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്താൽ മതി. എങ്ങനെ ഈ കളറിൽ വന്നു എന്നതിന് യാതൊരു വിവരമില്ല. കാരണം പഞ്ചസാര ഉരുകിയാൽ ഒരു ലൈറ്റ് കളർ കിട്ടും, അത് ശരിയാണ്. അതായിരിക്കാം ഇവിടെ സംഭവിച്ചത്. ഈ 600 മില്ലി സെവനപ്പ് വറ്റി വരുമ്പോ ഏകദേശം ഒരു 100 മില്ലി, ഒരു 100-150 മില്ലിയോളം ഒരു ലായനി കിട്ടി, ഒരു ലിക്വിഡ്. അത് കറുത്ത കളറായി, അത് ഒരു പഞ്ചസാര കരിഞ്ഞ കളറാണ് വരുന്നത്. അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചപ്പം അത് വീണ്ടും ഒരു പെപ്സിയായി മാറി. ഇനി ഇത് വീണ്ടും തിളപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നു അറിയില്ല. നമുക്ക് മറ്റൊരു സമയത്ത് പരിശോധിക്കാം.